എന്നാൽ മലയാളിക്ക് അത് വെറുമൊരു ആഘോഷം മാത്രമല്ല, പുതിയ തുടക്കം കുറിക്കുന്ന ഒന്നുകൂടിയാണ്. അത്തം മുതൽ 10 ദിവസം വരെ പൂവിട്ട് മാവേലി മന്നനെ എതിരേൽക്കാനുള്ള ദിവസം. ഇത്തരം ദിവസങ്ങളിൽ വീട്ടിൽ സർവ്വ ഐശ്വര്യവും ധനധാന്യ സമൃദ്ധിയും ഉണ്ടാകാൻ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ഒഴിവാക്കേണ്ട ചിലതുമുണ്ട്. ഇത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്നറിയാം. ഇതിൽ ആദ്യത്തേത് 10 ദിവസവും വീട്ടിൽ നിലവിളക്ക് കൊളുത്തണം എന്നതാണ്. ഇത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. ഇതൊരു കാരണവശാലും മുടക്കുകയരുത്. 2 നേരവും നിലവിളക്ക് കത്തിക്കുന്നതാണ് കൂടുതൽ നല്ലത്. എന്നാൽ അതിന് സാധിക്കാത്തവർ 1 നേരമെങ്കിലും കൊളുത്തണം. ഒരിക്കലും കീറിയ വസ്ത്രമോ മുഷിഞ്ഞതോ ആയ വസ്ത്രങ്ങൾ ഈ ദിവസങ്ങളിൽ ധരിക്കുകയരുത്. പുതുവസ്ത്രം അണിയണമെന്നൊന്നുമല്ല, ശുദ്ധിയും വൃത്തിയുമുള്ള വസ്ത്രം അണിയുക എന്നതാണ് സാരം. അലക്കിത്തേച്ച് ശുഭ്രവസ്ത്രം അണിയുന്നത് ഈ ദിവസങ്ങളിൽ പ്രധാനമാണ്. മുഷിഞ്ഞതോ അഴുക്കായതോ കീറിയതോ ആയവ ഒരു കാരണവശാലും ധരിക്കുകയരുത്. വീട്ടിലോ മുറ്റത്തോ അടുക്കളപ്പുറത്തോ കാക്ക വന്നിരുന്ന ശബ്ദമുണ്ടാക്കിയാൽ ഇവയ്ക്ക് ആഹാരം നൽകുക എന്നത് പ്രധാനമാണ്. ഇത് നൽകാതെ ഇവയെ ഓടിച്ചു വിടുകയരുത്. കാരണവന്മാരാണ് കാക്കയുടെ രൂപത്തിൽ വരുന്നതെന്നാണ് വിശ്വാസം. വീട്ടിൽ ആര് ഭിക്ഷ ചോദിച്ചു വന്നാലും വെറും കൈയോടെ മടക്കി വിടരുത്. അല്പം ഭക്ഷണമോ ധാന്യമോ എന്തെങ്കിലും നൽകുക എന്നത് അത്യാവശ്യമാണ്. ആര് കൈനീട്ടി വന്നാലും അവരെ വെറും കൈയോടെ മടക്കി അയക്കരുത്. അടുക്കളയും അടുക്കളപ്പുറവും വൃത്തിയാക്കി മഞ്ഞൾ വെള്ളം തളിക്കുക എന്നതും പ്രധാനമാണ്. എല്ലാ ദിവസവും മുടങ്ങാതെ ഇത് ചെയ്യണം. മഹാലക്ഷ്മി സാന്നിധ്യത്തിന് ഇത് വളരെ നല്ലതാണ്. രാവിലെയും വൈകിട്ടും പ്രധാന വാതിൽ തുറന്നിടുന്നതും നല്ലതാണ്. മഞ്ഞൾ, തുളസി, മൈലാഞ്ചി എന്നിവയെല്ലാം മഹാലക്ഷ്മി വസിക്കുന്നവയെന്നാണ് വിശ്വാസം. ഇവ ഒരു കാരണവശാലും പറിച്ചു കളയരുത്, വെട്ടിക്കളയുകയും അരുത്. നാരായണീയം, ലളിത സഹസ്രനാമം എന്നിവ ചൊല്ലാം. ഇതെല്ലാം ഏറെ നല്ലതാണ്. ഇത് സ്വയമേ സാധിക്കുന്നില്ലെങ്കിൽ വിളക്ക് വെക്കുന്ന സമയത്ത് ടേപ്പ് റെക്കോർഡറിലോ മറ്റോ ചൊല്ലിക്കേട്ടാലും മതിയാകും. നേരിട്ട് ചൊല്ലാൻ സാധിക്കുന്നുവെങ്കിൽ ഏറെ നല്ലത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം. കൂടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ.